10 കൊല്ലം മുമ്പ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഒരു സിനിമ നടന്ന് എന്ത് ചെയ്യാൻ കഴിയും. വളരെ അഭിമാനത്തോടു കൂടിയാണ് ആ കഴിഞ്ഞ 10 കൊല്ലത്തെ മുകേഷ് അണ്ണൻ ഓർത്തെടുക്കുന്നത്. സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ആളുകൾ ചോദിച്ചത് ഒരു സിനിമാ നടന് എന്ത് ചെയ്യാൻ പറ്റും, MLA ആകാൻ പറ്റുമോ എന്നൊക്കെയാണ്. അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തില്ലേ ഈ 10 വർഷം കൊണ്ട്. കൊല്ലത്തിനെ മാത്രമല്ല കേരളത്തിനെ മൊത്തം മാറ്റിമറിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളല്ലേ മുകേഷ് അണ്ണൻ കാഴ്ചവെച്ചത്. അഭിനയിച്ച് മനുഷ്യന്റെ ഊപ്പാട് വന്നു. ഭരതമുനിയുടെ നാട്യശാസ്ത്രം മുഴുവനും പയറ്റി. സിനിമാ നടന് MLA പണി എങ്ങനെ ചെയ്യാൻ കഴിയും? ഒരു സിനിമാ നടൻ MLA പണി ചെയ്യാൻ കഴിയുമോ? ക്യാമറയുടെ മുന്നിൽ നിന്ന് ആക്ഷനും കട്ടിനും ഇടയ്ക്കുള്ള നാട്യമല്ലേ ഇവരെ കൊണ്ട് പറ്റുകയുള്ളൂ? ജനങ്ങൾക്ക് മുൻപിൽ ഇവരെ കൊണ്ട് നടിക്കാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു ജനങ്ങളുടെ സംശയം. പക്ഷേ ലൈവായിട്ടും അഭിനയിക്കാൻ സാധിക്കുമെന്ന് മന്ത്രിപ്പണി ചെയ്തും MLA പണി ചെയ്തുമൊക്കെ പലരും നമ്മുടെ മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞു. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ആത്മസുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂ? അതൊരു കുറ്റാണോ? അതെല്ലാം ഞാൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ നേരിട്ടു. ആ കൺകോണിൽ വന്ന് നിൽക്കുന്ന കണ്ണുനീർത്തുള്ളിയെ ആട്ടിപ്പായിക്ക് മുകേഷ് അണ്ണ, ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ ശേഷിയില്ല. അവറ്റകളുടെ കരച്ചിലേക്കാന്തൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. MLA സ്ഥാനം വിട്ട് പോകുമ്പോൾ ഓർമ്മയിൽ എനിക്കെന്നും മധുരിക്കുന്ന ഓർമ്മകൾ തന്നിട്ടുള്ള 10 കൊല്ലമാണ്. അണ്ണന് മാത്രമല്ല, മധുരിക്കുന്ന പല പാതിരാ ഓർമ്മകളും ഞങ്ങൾക്കും അണ്ണൻ തന്നിട്ടുണ്ട്. ഒന്നും തോന്നരുത്, പിടിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അതിൽ ഞങ്ങൾക്കുള്ള കടപ്പാട് ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരാളെ വിളിക്കുന്ന എനിക്ക് മൈലി വിലയിലൂടെ തരുന്നു, മൈലി വില. കൊച്ചു കുഞ്ഞുങ്ങളാകട്ടെ, യുവാക്കളാകട്ടെ, വൃദ്ധരാകട്ടെ, സ്ഥലമേതാ സമയമേതാ എന്നൊന്നും ഭേദമില്ലാതെ ധൈര്യമായിട്ടൊരു നമ്പർ ഡയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അണ്ണൻ്റെതാണ്. പുല്ലും തിന്നുന്നാണല്ലോ, അങ്ങനല്ലേ? ഏത് പാതിരാത്രിക്കും എൻ്റെ സേവനം എൻ്റെ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്ന് അനൗൺസ് ചെയ്യുക മാത്രമല്ല, പാതിരാത്രിയിൽ കൃത്യമായിട്ട് നല്ല അന്തസ്സുള്ള സേവനം അവർക്ക് കൊടുക്കുന്ന കാര്യത്തിലും അണ്ണൻ വൻ വിജയമായിരുന്നു. അണ്ണ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാനന്ന് എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ നമ്മുടെ നിഘണ്ടുവിലില്ലാത്ത ചില മലയാള പദങ്ങൾ അതിത്രയും വ്യക്തതയോടുകൂടി നമ്മൾ പാതിരാത്രിയിൽ ഉറക്കച്ചടവിലും നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ട തീവ്രതയിൽ അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് മലയാളികളെ പഠിപ്പിച്ച മഹാനല്ലേ അങ്ങുന്ന്. അങ്ങുന്നിൻ്റെ പേരിൽ ഞങ്ങൾ ഒന്നല്ല ഒരു 3-4 സ്ഥലത്തെങ്കിലും ഓരോ ചരിത്ര സ്മാരകങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പണിയണമെന്നുള്ള ആലോചനയില്ല. മധുരിക്കുന്ന ഓർമ്മകൾ അയവിറക്കാൻ ഇന്നും അതൊരു ശിലാഫലകമായി എന്റെ മനസ്സിൽ നിൽക്കും. അപ്പൊ അണ്ണൻ ചെയ്യേണ്ട കാര്യം ഈ കഴിഞ്ഞ 10 വർഷത്തെ ഓർമ്മകൾ അയവിറക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ അയവിറക്കലിന് ഇത്തിരിയും കൂടെ മധുരം കൂട്ടാൻ വേണ്ടി ഈ ശിലാഫലകങ്ങളുടെയൊക്കെ ഫോട്ടോയൊക്കെ ഓരോന്നും മെനക്കെട്ട് അണ്ണൻ എടുത്ത് അതൊരു ആൽബം ആക്കി വെക്കണം. അപ്പോൾ ഇനി തൊട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പോകല്ലേ, അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പം ആ ആൽബം ഇങ്ങനെ മറിച്ച് നോക്കി ഓരോ ശിലാഫലകത്തിനും ഓരോ കഥ അണ്ണനോട് പറയാൻ കാണും. അണ്ണനും ആ ശിലാഫലകത്തിനും അറിയുള്ളൂ ആ കഥ. മനസ്സിലായല്ലോ? അതിങ്ങനെ ഓരോന്നിനെ കുറിച്ച് ഓർക്കണം. ഈ 69 ശിലാഫലകങ്ങളുടെ കഥ ഇങ്ങനെ ഓർത്ത് വരുമ്പോൾ തന്നെ 1 വർഷം പോയി കിട്ടും. എന്നിട്ട് വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. അങ്ങനെ മുന്നോട്ടുള്ള ജീവിതത്തിന്, വിശ്രമ ജീവിതത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയിന് വേണ്ട, ബോറടിക്കത്തില്ല. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കും. നല്ല സ്ഥലമായിരുന്നു.